നമസ്കാരം. ശബരിമലയിലെ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ എങ്ങും നിറയുമ്പോൾ പലരും മറന്നുപോകുന്നൊരു സംഗതി, ഇത്തരം വാർത്തകൾ പലപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ മറ്റു മാധ്യമങ്ങളെക്കാൾ ജാഗ്രത മറുനാടൻ കാട്ടുന്നു എന്നതാണ്. മറുനാടൻ ഇന്ന് പറയുന്നത് നാളെ മറ്റു മാധ്യമങ്ങൾക്ക് ഏറ്റുപറയേണ്ടി വരും. 4 വർഷം മുമ്പ് മറുനാടൻ ചെയ്തൊരു വീഡിയോ എനിക്കൊരു പ്രേക്ഷകൻ അയച്ചു തന്നു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ കൗതുകത്തോടെ ഈ വാർത്തയെക്കുറിച്ച് ഓർക്കുന്നത് പോലും. 5 വർഷം മുമ്പ് 2020 കേരളത്തിലെ പത്രങ്ങളിലെല്ലാം വന്ന ഒരു വാർത്ത, കർണാടകയിലെ ഒരു കോടീശ്വരൻ, ഒരു വജ്രവ്യാപാരി 527 കോടി രൂപ ചോറ്റാനിക്കര ക്ഷേത്രം നവീകരിക്കാൻ വേണ്ടി മുടക്കുന്നു എന്നതായിരുന്നു. എല്ലാവരും മഹത്തായ വാർത്ത എന്ന തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തപ്പോൾ അതിലൊരു തട്ടിപ്പ് മണത്തിരുന്നു ഞങ്ങൾ. എവിടെ നിന്നോ വന്ന, നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരാൾ 527 കോടി രൂപ ചോറ്റാനിക്കര അമ്മയ്ക്ക് വേണ്ടി മുടക്കുന്നു എന്ന് പറയുമ്പോഴേ അരുചിയുണ്ടായിരുന്നു. ആ വാർത്ത വിശ്വസനീയമല്ല എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. തുടർന്ന് അതിനെന്തു സംഭവിച്ചെന്നറിയാൻ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. 1 വർഷമായപ്പോൾ അതൊരു തട്ടിപ്പാണെന്ന് ഇതിൻ്റെ പിന്നാലെ നടന്നവർക്കൊക്കെ ബോധ്യമായെന്നും അയാളൊരു ഒന്നാന്തരം തട്ടിപ്പുകാരനായിരുന്നെന്നും സകലരെയും അയാൾ പറ്റിച്ചെന്നും ഞങ്ങൾക്ക് ബോധ്യമായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു 4 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോയുടെ തുടർച്ചയായി അന്ന് ഞാൻ ചെയ്ത വീഡിയോയും പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ വിചിത്രവും രസകരവുമായ പല വിവരങ്ങളും ലഭിച്ചു. ബാംഗ്ലൂരിൽ വാടകയ്ക്ക് താമസിച്ച ഒരു ഭൂലോക തട്ടിപ്പുകാരനായിരുന്നു ഗാനാ ശ്രാവൺ. ഈ ഗാനാ ശ്രാവണ് ദൃഷ്ടി ജ്യോതിഷം അറിയാം. ഒരാളെ കാണുമ്പോൾ തന്നെ അയാളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനറിയാം. എവിടെ നിന്നൊക്കെ പോയി അറ്റവും മൂലയുമായി കുറെ പൂജ പഠിച്ചു. എന്നിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജ ചെയ്യുക, എന്നിട്ട് തട്ടിപ്പ് നടത്തുക എന്നതായിരുന്നു ഇയാളുടെ രീതി. അങ്ങനെ ചോറ്റാനിക്കരയിലെത്തി ഇയാൾ പലപ്പോഴും ആ ക്ഷേത്രത്തിൽ പൂജ പോലും നടത്തിയിട്ടുണ്ട്. 16,000 രൂപ കൊടുത്താൽ ആർക്കും അയാളുടെ അടുത്ത് പോയി പൂജ നടത്താൻ കഴിയുമായിരുന്നു. ദേവസ്വം ബോർഡിനെയും മന്ത്രിയെയും ക്ഷേത്ര ഭാരവാഹികളെയും എല്ലാം പറ്റിച്ചുകൊണ്ട് അയാൾ 527 കോടിയുടെ നിക്ഷേപ പ്രഖ്യാപനം നടത്തി. സകല മാധ്യമങ്ങളും അയാളെ കോടീശ്വരനാക്കി വാഴ്ത്തി. ചില മാധ്യമ പ്രവർത്തകർ അയാളെ കാണാൻ പോയി പണം വരെ ചോദിച്ചിരുന്നു. ഈ കക്ഷി 2 ഗുണ്ടകളെ കൂട്ടിയാണ് നടന്നിരുന്നത്. സെക്യൂരിറ്റി എന്ന പേരിലായിരുന്നു ഗുണ്ടകളുടെ നടപ്പ്. ഇയാൾ തിരുവനന്തപുരത്തെത്തി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. കാശി കയ്യിലിരുന്ന് മുട്ടുകയാണ്, എത്രയും വേഗമെല്ലാം ശരിയാക്കി തരണമെന്നായിരുന്നു ആവശ്യം. ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ മക്കൾക്ക് വേണ്ടി പൂജ വരെ നടത്തി. എന്തിനേറെ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ പോയി തമ്പുരാട്ടിയെ കണ്ട് അവിടെയും അയാൾ പൂജയും വഴിപാടുമൊക്കെ നടത്തി. സകല മനുഷ്യരെയും അയാൾ പറ്റിച്ചു, 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു തട്ടിപ്പുകാരൻ വന്ന് താൻ മഹാനാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ മന്ത്രിമാരുടെ വസതിയിൽ, അന്നത്തെ പാർട്ടി സെക്രട്ടറി വസതിയിൽ, കവടിയാർ കൊട്ടാരത്തിലൊക്കെ സ്വീകരണം കിട്ടുക, അയാളെക്കുറിച്ച് മാധ്യമങ്ങളിലും വാർത്ത എഴുതുക, ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ കഴിയുമായിരുന്നു. അയാൾക്ക് പണി കിട്ടിയത് രഞ്ജിത്ത് കാർത്തികേയൻ എന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടുത്ത് ചെന്നപ്പോഴാണ്. ഇയാളുടെ പദ്ധതിയെക്കുറിച്ച് വിശദാംശങ്ങൾ ദേവസ്വം ബോർഡിന് കൊടുക്കാതിരിക്കെ അത് കേസാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരു ഓംബുഡ്സ്മാനെ നിയോഗിച്ചിരുന്നു. ആ സമയത്ത് ഒരു കരാറിന് വേണ്ടി ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ആവശ്യമായിരുന്നു. ഒരു അഭിഭാഷകനാണ് രഞ്ജിത്ത് കാർത്തികേയന്റെ അടുത്ത് ഈ തട്ടിപ്പുകാരനുമായി ചെല്ലുന്നത്. രഞ്ജിത്ത് കാർത്തികേയന്റെ അടുത്ത് ചെന്ന ഉടനെ നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. കണ്ടപ്പോൾ തന്നെ അത് ബോധ്യമായി. അങ്ങനെയാണ് ആളുകളെ വീഴ്ത്തുന്നത്. ഒടുവിൽ ഡയബറ്റിക്സ് മാറ്റാൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വരൂ, താൻ വഴിപാട് നടത്തി തരാം എന്ന് വരെ പറഞ്ഞാണ് പിരിഞ്ഞത്. എന്നാൽ ഇയാളുടെ വർത്തമാനത്തിലും നോട്ടത്തിലും ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് രഞ്ജിത്ത് കാർത്തികേയന് ബോധ്യമാകുന്നു. മാത്രമല്ല ഇയാളെക്കുറിച്ച് അക്കൗണ്ടിംഗ് മേഖലയിൽ അന്വേഷിച്ചപ്പോൾ ഇയാളുടെ പേരിൽ ആകെപ്പാടെ ഒരു കമ്പനി ഉള്ളെന്നും ആ കമ്പനിയിൽ അഡീഷണൽ ഡയറക്ടർ മാത്രമാണെന്നും 1 രൂപയുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലെന്ന് ബോധ്യമായി. 527 കോടി രൂപ മുടക്കുന്ന ഒരാളുടെ കമ്പനി വിവരങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ ലഭ്യമല്ലെങ്കിൽ അത് തട്ടിപ്പണമെന്നറിയാവുന്നതുകൊണ്ട് അന്ന് തിരുവനന്തപുരത്ത് ACP ആയിരുന്ന KS ബൈജുവിനെ വിളിച്ചു പറയുന്നു. ബൈജു ഈ വിവരം ദേവസ്വം വിജിലൻസിൽ അറിയിക്കുകയും വിജിലൻസ് അന്വേഷണം നടത്തി ഇയാൾ തട്ടിപ്പുകാരനാണ് എന്ന് ബോധ്യമാവുകയും ചെയ്തതോടെ ഈ തട്ടിപ്പിന് അറുതി വരികയായിരുന്നു. എന്ന് വെച്ചാൽ എവിടെ നിന്നോ വന്ന ഒരുത്തൻ സകല സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ചോറ്റാനിക്കര അമ്മയെപ്പോലും അടിച്ചു മാറ്റാൻ ശ്രമം നടത്തി. അതറിയാതെ അയാൾ കോശാന പാടി ഇവിടുത്തെ മാധ്യമങ്ങൾ. 4 വർഷം മുമ്പ് മറുനാടൻ ചെയ്ത വാർത്ത കൂടി കേൾക്കുക. ലോക്ക്ഡൗൺ തുടങ്ങിയതിൻ്റെ പിന്നാലെ കഴിഞ്ഞ വർഷം 2020 മാർച്ചിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. ആദ്യം മാതൃഭൂമിയിലാണ് വന്നത്, പിന്നീട് കേരള കൗമുദി അടക്കമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നു. ചോറ്റാനിക്കര അമ്മയ്ക്ക് 527 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭക്തൻ സൗജന്യമായി നൽകുന്നു. ഞാനൊക്കെ വലിയ ആവേശം കൊണ്ടു. കാരണം ഒരു ഭക്തൻ തൻ്റെ ദേവിക്ക് 527 കോടി രൂപ കൊടുക്കുക എന്ന് വെച്ചാൽ ആ ഭക്തൻ്റെ മനസ്സ് അസാധാരണമാണ്.
അങ്ങനെയാണ് ആ ഭക്തന്റെ പേര് ലോകമറിയുന്നത്. ഗാനശ്രാവൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗാനശ്രാവൺ ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്നും അതല്ല സ്വാമീസ് ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്നും പലരും പറഞ്ഞു കേട്ടു. സ്വർണ്ണ വ്യാപാരിയാണത്രേ, വജ്ര വ്യാപാരിയാണത്രേ, ലണ്ടനിൽ ബിസിനസ് ഉണ്ടത്രേ. അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ എല്ലാവരും എഴുതി. ഒരു വർഷം കഴിഞ്ഞു, അവിടെ ഒരു ചെറു കല്ലുപോലും എടുത്ത് മാറ്റി വെച്ചിട്ടില്ല. എന്താ സംഭവം? ഇത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇടയ്ക്കിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന വലിയ സമ്പന്നനെന്നും മുതലാളിയെന്നും വ്യാഖ്യാനിക്കുന്ന തട്ടിപ്പാവാൻ ഇടയുള്ള ഒരു ശ്രമങ്ങളിലൊന്ന് മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് വ്യക്തമല്ല. ഇതിങ്ങനെ വലിഞ്ഞു നീട്ടപ്പോൾ ദേവസ്വം ബോർഡ് ഉഴപ്പുന്നു, കൊച്ചിൻ ദേവസ്വം ബോർഡ് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചിലർ കോടതിയിൽ പോയി. ഒടുവിൽ കോടതി ഒരു ഓംബുഡ്സ്മാനെ നിയമിച്ചു, ജസ്റ്റിസ് PR രാമൻ. ആ ഓംബുഡ്സ്മാൻ ഈ ഗാനശ്രാവണോടും ദേവസ്വം ബോർഡിനോടും ചോദിക്കുമ്പോൾ രണ്ടുപേരും ഉരുണ്ട് കളിക്കുക. ഒടുവിൽ ദേവസ്വം ബോർഡ് പോയി പരാതിപ്പെട്ടു, ഞങ്ങൾക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം രണ്ടാണ്. ഒന്ന്, ഈ ഗാനശ്രാവൺ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാശിൻ്റെ കണക്ക് ഞങ്ങളോട് പറയുന്നില്ല, എങ്ങനെ കാശ് തരുമെന്ന് പറയുന്നില്ല, ഒരു തരത്തിലും അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല. ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് കൊടുത്തു, ഇങ്ങനെ വലിയൊരു പബ്ലിസിറ്റി കൊടുക്കുന്നതിന് മുമ്പ് ഈ ഗാനശ്രാവൺ ആരാണെന്ന് പോലും അന്വേഷിച്ചിരുന്നത്. ഗാനശ്രാവൻ്റെ കമ്പനി 2020 ഉണ്ടാക്കിയതാ. അത് ഇതുവരെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല. അതിൻ്റെ അക്കൗണ്ടിൽ എന്തേരം കാശുണ്ടെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഗാനശ്രാവൺ പറഞ്ഞു, വിശ്വസിച്ചു, എടുത്തു ചാടി. ഗാനശ്രാവൺ ഈ കാശ് കൊടുക്കാനുണ്ടോ എന്ന് ദേവസ്വം ബോർഡിനും അറിയില്ല, ഗാനശ്രാവണിനും അറിയില്ല. എന്തായാലും ഗാനശ്രാവണ് ചുളുവിൽ കേരളത്തിലെ പത്രങ്ങളിൽ വാർത്ത കിട്ടി. അതായത് ചോറ്റാനിക്കര അമ്മയെ പറ്റിച്ച് ഗാനശ്രാവണും ദേവസ്വം ബോർഡും ചേർന്ന് പേരെടുത്തു. അത്ര തന്നെ. ആലോചിച്ച് നോക്കിയേ, അമ്മയുടെ ഭക്തരായിരുന്നത്രേ, അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തത്രേ, പണ്ടെല്ലാം തകർന്നു പോയത്രേ. അങ്ങനെ തകർന്നു പോയപ്പോൾ അമ്മ അനുഗ്രഹിച്ചതുകൊണ്ട് കോടികൾ ഉണ്ടായത്രേ. ഇങ്ങനെയാണ് ഗാനശ്രാവൺ പറഞ്ഞത്. അത് അതേപടി ദേവസ്വം ബോർഡ് വിശ്വസിച്ചു. ഇപ്പോൾ ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയിൽ 526 കോടിയുടെ പദ്ധതി ഇല്ലാതാവും. അത് രണ്ടുപേരും കണക്കാ, ഗാനശ്രാവണും കണക്കാ, ദേവസ്വം ബോർഡും കണക്കാണെന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ചുമ്മാ ഗൂഗിളിൽ ഞാൻ രാവിലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഗാനശ്രാവണെക്കുറിച്ച്. ഈ ചോറ്റാനിക്കര അമ്പലത്തിന് 500 കോടി കൊടുക്കാം എന്ന് പറഞ്ഞ വാർത്തയല്ലാതെ ഒരിടത്തും ഇയാളെക്കുറിച്ചൊരു വരി പോലും ഇല്ല. നിങ്ങൾ ചുമ്മാ ഷാജൻസ്കറിയാത്തൊരു വാർത്ത എഴുതി കൊടുത്തേ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തേ. ലോകത്ത് എന്താ ലിങ്കുകളാണ് വരുന്നത്. ഞാൻ ചെയ്ത വീഡിയോകളും എന്നെക്കുറിച്ച് ചില ആളുകൾ പറയുന്ന നുണയുമടക്കം ഇഷ്ടം പോലെ കിട്ടും. ആരെക്കുറിച്ച് സെർച്ച് ചെയ്താലും അവർക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ വരും. ഈ 527 കോടി രൂപ ചോറ്റാനിക്കര അമ്മയ്ക്ക് സംഭാവന കൊടുക്കാൻ മനസ്സുള്ള മുതലാളിയെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒന്നും വരില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ ആ മുതലാളി എന്തെങ്കിലും ചെയ്യണ്ടേ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് 1-2 പത്രങ്ങളിൽ കണ്ട് 700 കോടി അമ്മയ്ക്ക് കൊടുക്കുന്നതാണ്. മറ്റ് പത്രങ്ങൾ 526 കോടി. ഈ 526 കോടി എവിടെ നിന്നാണ് അമ്മ ഈ മുതലാളിക്ക് ഉണ്ടായത്? ഇയാൾ എവിടെ നിന്ന് എങ്ങനെയാണ് ഈ കാശ് മാറ്റുന്നത് ഒന്നും അറിയില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ആരെങ്കിലും ഒരു കള്ള ഐഡിയയുമായി ഈ സർക്കാരിൻ്റെ കാലത്ത് ആരുടെയെങ്കിലും അടുത്ത് എന്നാൽ ഫ്രീ പബ്ലിസിറ്റി. എൻ്റെ സങ്കടം അതല്ല, ഈ ചോറ്റാനിക്കര ദേവിയെ ചതിക്കാനും വഞ്ചിക്കാനും ഇവർക്ക് പറ്റിയല്ലോ എന്നുള്ള അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് വഞ്ചിച്ച ആരെങ്കിലും രക്ഷപ്പെടുമോ? എന്തായാലും ചോറ്റാനിക്കര അമ്മയുടെ 500 കോടിയുടെ ഭക്തൻ ഷൂ ആയിരിക്കുന്നു. ആ പദ്ധതി നടക്കുകയേ ഇല്ല.